എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുപ്പിയായിട്ട് വന്നിട്ടുണ്ട്. തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചാക്ക് പിടുത്തം, കുപ്പീനെ ഒന്ന് ചാക്കിട്ട് പിടിച്ചാലോ. അപ്പോൾ അതേ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു സൂര്യകാന്തിയുടെ ഒരു ഷീറ്റിൻ്റെ പുറത്തിട്ട് ഇന്ന് കുപ്പിയൊക്കെ വെച്ച് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റ് കേട്ടോ, അതിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചാക്കും ഇട്ടിട്ടുണ്ട്. ചാക്ക് എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. ഈ ചാക്ക് വീട്ടിൽ ഒരു വലിയ ചാക്ക് അരി മേടിച്ച് വെക്കുന്ന ഈ ഒരു ചാക്കിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറവാണെന്ന് തോന്നുന്നു, ഈ ചാക്ക് കിട്ടാനില്ല എന്നാൽ എനിക്കൊന്നും ഒരുവിധം കിട്ടാനില്ല എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെ ചാക്ക് മേടിക്കുന്ന കുറവാണ്. പിന്നെ പലചരക്ക് കടയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 15 രൂപ ഈ ചാക്കിന് വിലയിട്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ വിചാരിച്ചു അത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഈസി ആയിട്ടോ, എന്തായാലും ഇങ്ങനത്തെ ഒരു ചാക്ക് കരുതി വെച്ചു, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ചാക്ക് എടുത്തിട്ടുണ്ട്. ചാക്ക് ഒരു പീസ് നമ്മൾ വലിയ ചാക്കിൽ നിന്ന് ഒരു പീസ് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുപ്പീനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ചാക്ക് എടുക്കുമ്പോഴുള്ള കുഴപ്പങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ചാക്ക് എടുത്തു. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നൂലിങ്ങനെ വലിഞ്ഞു അതായത് ചണച്ചരട് ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പോൾ അതിനെ ഒന്ന് മാറ്റാമെന്ന് വെച്ചാൽ നമുക്ക് ഫെവിക്കോളിൽ തന്നെ മാറ്റിയെടുക്കാം. ഫെവിക്കോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും അത് ഒട്ടി നിൽക്കുമ്പോൾ അത് പോകില്ല. അപ്പോൾ അതേ നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുപ്പീനെ മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ചണത്തിൻ്റെ ചാക്കുണ്ടല്ലോ, ഈ ചാക്ക് വെച്ചിട്ട് ഒന്ന് ഷേപ്പിന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കുപ്പി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് കുപ്പി ആയതുകൊണ്ട് അതിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് കുപ്പി എടുക്കുക അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിയിരുന്നോളും, ഫെവിക്കോളിൽ നന്നായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ ഒട്ടിയിരിക്കുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ നൂലൊന്നും വരില്ല. അതായത് ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വരത്തില്ല, നന്നായിട്ട് ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നൂല് വരത്തില്ല. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒരു ഷേപ്പുണ്ട്, ആ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് ചാക്ക് ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ചണച്ചരട്, അതായത് ചാക്കിലുള്ള ആ ഒരു ചണച്ചരട് വെച്ച് തന്നെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ചാക്കിൻ്റെ പുറത്തോട്ട് ഒന്ന് അക്രിലിക് പെയിൻ്റ് ഒന്ന് കൊടുക്കണം. അതായത് ബ്ലാക്ക് കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ബ്ലാക്ക് ആയിരിക്കും നല്ലത്, എന്ന് വെച്ചാൽ നല്ല ഭംഗിയാതായ എനിക്കങ്ങനെ തോന്നിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് എടുത്തത്. കാരണം ആ ചാക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ശരിക്കും കാണാൻ ബ്ലാക്കിലാട്ടോ നല്ലത്. അപ്പോൾ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതും അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ബ്രഷിനേക്കാളും നല്ലത് സ്പോഞ്ചായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അത് മൊത്തത്തിൽ ആ ഒട്ടിച്ച ഭാഗത്ത് മൊത്തവും കൊടുത്തു. എന്നിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ഈസിയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ നീളത്തിൽ നമ്മൾ ഈ ഒരു ചാക്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫെവിക്കോൾ ഈ ഒരു ട്രയാങ്കിൾ രീതിയിൽ നമ്മൾക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ വരും. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫെവിക്കോൾ ഒട്ടുമ്പോൾ തന്നെ അതവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ കേട്ടോ, പോത്തില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ എന്തെങ്കിലും വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ അതവിടെ നിന്നോളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് കയ്യിൽ ഫെവിക്കോൾ ആവുന്നുണ്ടെങ്കിൽ ചാക്കിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു തുണി എടുത്തിട്ട് കൈ ഒന്ന് തുടയ്ക്കുക. എന്നിട്ട് തുണി കൊണ്ട് ജസ്റ്റ് തുടച്ച് പോവാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ജസ്റ്റ് മടക്കി ചുറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരുപാട് അങ്ങോട്ട് ചുറ്റാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു ചാക്കെന്ന് പറയുന്നത് സൈഡിൽ ഇങ്ങനെ ഇളകി അതിൻ്റെ നൂല് വരും. അപ്പം നമുക്ക് ഒരുപാട് അങ്ങോട്ട് സാധാരണ ഫ്ലവർ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങോട്ട് ചുറ്റാൻ പറ്റില്ല. അപ്പോൾ പതിയെ ക്ഷമയോടെ ഒന്ന് ജസ്റ്റ് വളച്ച് ചുറ്റിയെടുക്കുക. ഒരു ഇത്തിരി ക്ഷമ വേണം കേട്ടോ. കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ പതിയെ അതൊന്ന് മടക്കി ചുറ്റുക.
ഇത് എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാൻ. അപ്പോൾ അത് ശരിക്കും ചാക്കിലെടുക്കുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞതുപോലെ ആ നൂല് പുറത്തേക്ക് വരും, അതാണ് ബുദ്ധിമുട്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലൂ ഗൺ അതിൻ്റെ ഇടയിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിടിക്കുകയാണെങ്കിൽ അത് സ്റ്റിക്കായിട്ടിരിക്കും. പിന്നെ ഈ പുറത്തേക്ക് നൂല് വലിഞ്ഞു വരുന്നത് ഫെവിക്കോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിഫായിട്ട് നിൽക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ അത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഒരു ചെറിയ ഫ്ലവറായി, ഫ്ലവറിൻ്റെ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ലാസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണിന് പേര് ഫെവി ബോണ്ട് എടുക്കുക കേട്ടോ, ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫെവിക്കോളും ഇരുന്നോളും. ഈ ചാക്കെല്ലാം ചണച്ചരട് വരുന്നതെല്ലാം ഫെവിക്കോൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല, നല്ല സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ചാക്കിൻ്റെ ഈ ഒരു പീസ് എടുക്കുമ്പോൾ വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഫെവിക്കോളിൽ മുക്കിയിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം സ്റ്റിഫാവും, എന്നിട്ട് പൂവുണ്ടാക്കിയാലും നല്ല സ്റ്റിഫായിട്ടിരിക്കും കേട്ടോ. അത് വേറൊരു ഐഡിയ ആണ്, അത് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാനത് ചെയ്തില്ല, നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരല്പം അക്രിലിക് റെഡ് കളറ് ഒന്നൊരു പാത്രത്തിലിട്ട് ഒഴിക്കുക. ഒരു 1-2 തുള്ളി ഒഴിച്ചാൽ മതി. എന്നിട്ടൊരു ശകലം 1-2 തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവർ ഒന്ന് മുക്കി കൊടുക്കുക. ഈ സ്പോഞ്ച് പോലെയാണ്, പെട്ടെന്ന് പിടിച്ചെടുത്തോളൂ. അപ്പോൾ ഒരുപാട് പെയിൻറ്റ് നമുക്ക് പോത്തില്ല. ഇപ്പോൾ ശരിക്കും ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പെയിൻറ്റ് അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതെ ഒരു ഈസി പരിപാടിയാണ് ഇങ്ങനെ മുക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്പോഞ്ച് പോലെയാണ്, പെട്ടെന്ന് അതിനകത്തോട്ട് വലിച്ചോളും. അപ്പോൾ ഒരല്പം വെള്ളവും കൂടി ആണെങ്കിൽ അധികം പെയിൻറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് ആ ചാക്ക് ഒട്ടിച്ച്, ഈ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയായിട്ടോ ആ ഒരു ടെക്സ്ചർ. അതിലോട്ട് നമ്മൾ ഈ ഓരോരോ ഫ്ലവറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈസിയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഈസി പരിപാടിയുമാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് ഒരു ശകലം പോലും നൂല് പുറത്തേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫെവിക്കോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും, പിന്നെ പെയിൻറ്റും കൂടെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് സ്റ്റിഫായിട്ടിരുന്നോളും. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് ഇലകൾ ഞാനിങ്ങനെ നേരിട്ട് നമുക്ക് ചാക്കൊട്ടിക്കാൻ പറ്റില്ല, അപ്പോൾ അത് സ്റ്റിഫല്ലല്ലോ. ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് ചെറുതായിട്ട് ഒന്ന് ഇലയുടെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇലയുടെ രൂപത്തിൽ ചാക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അതാണ് എളുപ്പം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെവിക്കോളിൽ ഡിപ്പ് ചെയ്തിട്ട് ചാക്ക് ഉണക്കിയെടുത്തതിന് ശേഷം, ഒരു പീസ് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇലയുടെ രൂപത്തിലോ ഫ്ലവർ ഉണ്ടാക്കി എടുക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിഫായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിനകത്ത് നൂല് പുറത്തേക്ക് പോകുമില്ല. എന്നിട്ട് നമ്മൾ ഈ ഓരോ ഇലയിൽ നമ്മൾ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയും എടുത്തിട്ടുണ്ട്. ശരിക്കും ഞാനിത് ഇപ്പോൾ ചെയ്യുമ്പോൾ ഈ പൂക്കൾ ഉണങ്ങിയിട്ടില്ല, അക്രിലിക് പെയിൻറ്റ് മുക്കി എടുത്തിട്ട് ഉണങ്ങാതെയാണ് നേരെ ഒട്ടിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇലയും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഡ്രൈ ആവാനുള്ള സമയം പോയ വീഡിയോ എടുക്കാനുള്ള സമയം പോകും, അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഇലയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി, ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഇതിങ്ങനെ പുറത്തേക്ക് വരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ഫെവിക്കോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടി നിന്നോളും, പുറത്തേക്ക് നൂല് വരില്ല. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ഇരുന്നോളും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെയിൻറ്റും അതുപോലെ ഫെവിക്കോളും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഒട്ടി ഇരുന്നോളും. ഒരു ശകലം പോലും നൂല് പുറത്തേക്ക് വരില്ല, ഇളകിയും പോരില്ല. അപ്പോൾ കുഴപ്പമില്ലാതെ ഇരുന്നോളൂ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇന്നത്തെ ഈ ചാക്കിട്ട് പിടുത്തം? അപ്പോൾ അടിപൊളിയല്ലേ? എല്ലാവരും ഒരു ചാക്ക് കരുതിക്കൊള്ളുക, ഇതുപോലെ ചെയ്തു വെക്കുക, ട്രൈഡ് പിക്സ് അയച്ചു തരിക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.